അങ്ങനെതാ നമ്മൾ റാണി വരം പോലെ ഞാൻ അപ്പു പോകുന്നു. ഞാനിപ്പോൾ കൈയൊക്കെ കഴുകി വെറ്റായി. ഇപ്പോൾ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി എടുത്തിട്ട് നേരെ വിടാം. ഞാൻ R1 എടുക്കുന്നത്. ഹുസ്ക്വാറിന വെപ്സിനാണ് എടുക്കുന്നത്. സോ നമുക്ക് വെപ്സിന് പോവാം. അപ്പോൾ സെറ്റല്ലേ ഇപ്പോൾ? ഓക്കെ, ലെറ്റ്സ് ഗോ. വണ്ടി കുറച്ച് തിരിക്കാൻ കുറച്ച് പണിയുണ്ട് കഴിച്ചിട്ട്. ഇത് ഒടുക്കത്തെ വെയിറ്റാണ് ഈ സാധനം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. കയറിക്കോ. അപ്പോൾ നമ്മൾ പോകുന്നത് കേസ് സെറ്റല്ലേ? അപ്പോൾ പോവാ. അപ്പോ ഈ ഒഴുക്കിനെല്ലാം പെട്ട ചത്തു. എന്തപ്പോ തണുത്ത് പറക്കുന്നു. ഗൈസ്, അങ്ങനെ നീണ്ട കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റാണിപുരത്തി. ഇനി നടക്കാൻ തുടങ്ങില്ലായി. ഇനി എത്ര നടക്കാണ്ടെന്ന് യാതൊരു പിടിയുമില്ല ഗൈസ്. എന്തായാലും നമ്മൾ നടന്ന് മേളിലേക്ക് എത്തുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ചില ഷോർട്ട് കട്ട്സൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുവഴി വെച്ച് നോക്കണം. ഫോറസ്റ്റിൻ്റെ മീനിങ് എന്തൊക്കെയാണ് അവർ എഴുതിയിട്ടൊക്കെ കാണിക്കുന്നു. ഇനി നമ്മൾ നടന്നു പോകുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ. എന്താ അവർ ചോദിച്ചപ്പോൾ ബാഗിൻ്റെ അല്ല പിന്നെ സ്നാക്സ് ഇല്ല അറിയല്ലേ. സോ ഗൈസ്, അവരിത് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ്റെ എന്തോ സംഭവങ്ങളായിട്ട് സ്നാക്സ് ഉണ്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ ചോദിച്ചു. നമ്മളതിൽ പ്ലാസ്റ്റിക് ഒന്നുമില്ല. നമ്മൾ നീറ്റ് തിന്നാൻ ഒരു പിണ്ണാക്ക് പോലും ഇല്ല. അത് വേറെ കാര്യം അല്ല. ഈ പോകുന്ന വഴിയൊന്ന് നോക്ക്. കല്ല് ഒരു വലിയ പാളിൽ പാളി. ഞാൻ ക്യാമറ ചാർജ് ചെയ്തു, ബാറ്ററി കേസ് എടുക്കാൻ മറന്നുപോയി. പിന്നെന്ത് ചെയ്യും കേസ്? ഇതിലാണെങ്കിൽ 46% ചാർജേ ഉള്ളൂ. കുഴപ്പമില്ല, ഫോണിലുണ്ട്. പിന്നെ ഫോണിൽ ഞാൻ SD കാർഡ് കുറച്ച് ഫ്രീ ആക്കി. SD കാർഡല്ല, കുറച്ച് സ്പേസ് രാവിലെ വെറുതെ ഫ്രീ ആക്കിയിട്ടുണ്ട്. സോ ഫോണിൽ കുറച്ച് സ്പേസ് ഉണ്ട് കേസ്. എന്നെ കുറച്ച് ഫോണിലും എടുക്കുക, കുറച്ച് ആക്ഷനിലും എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും മണ്ടയിൽ കയറി ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുക. മടുത്ത് കഥപ്പ് തുടങ്ങി. whatever it is, let's go. ഇവിടെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. പറയുണ്ടേ, നമുക്ക് ഈ ഷോർട്ട് കട്ട് വഴി ഒന്ന് പോയാക്കാം. ഓൻ്റെ പൊന്നോ, തണുത്തിട്ടില്ലേ അപ്പൂൻ്റെ എക്സ്പ്രഷൻ നോക്കാം. അപ്പോൾ നോക്കി സീൻ തണുപ്പ്. ഐശ്വര ചളി പൊളിയായി കാല്. ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് ഗോ ഓൾ ദ വേ അപ്പ്. നോക്കൂ,
എന്ത് മനോഹരമാണ്, ഇത് മനോഹരമാണ് ഗൈസ്, പൊളി. പൊളി ഗൈസ്. മനസ്സിലും ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോലെ ഒരു പ്രത്യേക ഒരു സാധനം ഉള്ളിലേക്ക് എടുക്കുന്ന പോലെ. അയക്കോന്ന് ഇതാണ് റിയൽ ഓക്സിജൻ. പൊളി പൊളി. പക്ഷെ എന്തെങ്കിലും കടിക്കാനും തുടങ്ങി കേട്ടോ. വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ്സ് ഗോ ഓൾ ദി വേ അപ്പ് ട്രക്കിംഗ്. നമ്മുടെ ആനപ്പിണ്ടം കാണുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, ഇതിൽ ആന എങ്ങനെ കയറി പോവും? എങ്ങനെ പോകും? ഹിയർ, ഇവിടെയും ആനപ്പിണ്ടം. ഓ മൈ ഗോഡ്, ആനക്ക് ലൂസ് മോഷൻ ആയതാണോ? ഇവിടെയുണ്ട് ഗൈസ്. മൊത്തം ആനപ്പിണ്ടം കാണല്ലോ. ഇപ്പിട്ട പിണ്ടം കണക്കുണ്ട് ഗൈസ്, ചൂടുണ്ട്. ഇതൊക്കെ ഓ മൈ ഗോഡ്. അല്ലേ ASMR തന്നെ അനുഭവിക്കണം ഗൈസ്, രക്ഷയില്ല. മൈ ഗോഡ്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയുണ്ട് പൂ? പൊളിയല്ലേ? പറ്റുന്നില്ല പോ. അവിടെ ഒരു ഷോപ്പുണ്ടോ പോ? ആ ഷോപ്പുണ്ടോ? പൊളി, മഞ്ഞൾ മൂടിയൊരു ഷോപ്പ്. അടിപൊളി. കയറി പൊളി. എൻ്റെതിപ്പോൾ ഒരു 5ാമത്തെ പ്രാവശ്യം ആയിരിക്കാം. ഇവനൊരു ഫസ്റ്റ് ടൈമാണ്. ഓ, ഇതെങ്ങനെ ഇറങ്ങും? അതുവഴിയാ ബ്രോ ഇറങ്ങണ്ടേ. നല്ലൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ ചാവി കാണുന്നില്ല. വണ്ടി ചാവി നല്ല കിടപ്പില്ലത്. ഞാൻ ബാഗിൻ്റെ സൈഡിലിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. നോക്കാം, അതിന് കിട്ടുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക്. റാണിപുരത്ത് പെട്ട് വിഷ്ണുവിൻ്റെ വണ്ടിയുടെ മഞ്ഞില്ല കറക്റ്റ്. ഇതാണ് ആ കല്ല്, റാണിപുരത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കല്ലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നോക്കുക ഇതെങ്ങനെയുണ്ട്, രക്ഷയില്ല, പൊളിയല്ലേ? ഓ ഗോഡ്, വ്യൂ ആണ് വ്യൂ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് നടക്കാം. അതിൻ്റെ മുകളിൽ സമാധാനത്തിൽ നോക്കാട്ടോ. കല്ലുണ്ടോ? ഇത് അട്ടയാണ് ഇവിടെ, അട്ട ഉണ്ട് അവിടെ. അത് മണ്ണീര, അട്ട ഉണ്ട് അവിടെ. നടക്കുമോ? സെറ്റല്ലേ? ഏതാണ് താക്കോലിട്ടില്ല, ഞാൻ താഴെ പോയി പെട്ടിട്ടുണ്ട്.
ഇല്ല ബ്രോ, കുറേ ലോങ്ങിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. പെട്ട് ട്രാപ്ഡ്. വായു കയറണ്ടാന്നിട്ട് അവരെ വെച്ചിട്ടുണ്ട്. മുമ്പ് കയറാൻ പറ്റുമായിരുന്നു. അതെ ഇതിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ? എന്താ വ്യൂ അല്ലേ? ലെറ്റ്സ് ഗോ ഗൈസ്. എങ്ങനെയുണ്ട് റാണിപുരത്തിലെ കാഴ്ച? ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരണം. നല്ലേ വൈബൻ. ഒരു കോലെടുത്തിട്ട് വരുന്ന വേണ്ട. അവിടെ വരെ പോകാൻ പറ്റും. നല്ല രസമാണ്. ഇവിടെ ഇരിക്കാം കുറച്ച് സമയം. കാല് മാറ്റി ചെരുപ്പ് മാറ്റി വെച്ച് പൊളി. എടാ കാല് മാറ്റി ഇരുന്ന് നോക്കിയപ്പോ പൊളി ഗൈസ്. വൺസ് ഇൻ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണം. സോളോ ആണെങ്കിൽ സോളോ. പക്ഷെ ഞാനിപ്പോൾ അപ്പൂൻ്റെ ഒപ്പം വന്നിട്ട് കാരണം ഞാൻ ഓൾറെഡി അടിച്ചായിരുന്നു. പിന്നെ നമ്മളെ വണ്ടിയിൽ ചാവി ഇപ്പോൾ കാണുന്നില്ല. പക്ഷെ അതൊന്നും ഒരു സങ്കടമായിരിക്കും ഇപ്പോൾ തോന്നുന്നില്ല. ഇനി ഇറങ്ങുമ്പോൾ ആയിരിക്കും അത് തോന്നുന്നു. പൊളി. പക്ഷെ വണ്ടിയിൽ ചാവി നോക്കാലോ ഒരിക്കലും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിലപ്പോൾ വെച്ചത് കുഴപ്പമില്ലേ? കുഴപ്പമുണ്ട്. എടാ വീണ്ട് എടാ പൊളി ഇതിൻ്റെ ഉള്ളിൽ ഒരൊട്ടാണോ അതിന് ഇവിടെ കയറിയിട്ടുണ്ടായത് ഗൈസ്. സാരം കെട്ടി പൊളി. ഏതാ വൈബ്. പൊളി മൂടി ബ്രോ. ചാവിയിട്ട് ബാഗിൻ്റെ അകത്തേക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നു, അതിൽ കയറിപ്പോയതാ. അടിപൊളി. സാധനം നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനം എപ്പോഴും പൊള്ളുന്ന. അപ്പോൾ ചൂടുണ്ട്. യെസ് പൊളി. നമുക്കപ്പോൾ പറയുന്നു അങ്ങനെ ഓടി. ഒട്ടുണ്ട് ഇതാ ഗൈസ്. അത് ഞാൻ കയ്യിലെടുത്തു. അപ്പോൾ മറ്റെടുക്കാൻ പോകും. ഗ്ലാസ് അടി ഏറ്റവും അടിയിൽ ഒട്ട അടി ചതഞ്ഞിട്ടുണ്ടാവും സാധനം. നീ എടുത്തു നോക്ക്. ബ്രോനെ കൊടുക്കണ്ടേ? ബ്രോനെ വിളിക്കാം. ആളെ ഫുൾ എക്സ്പ്ലോറിങ് മൂഡാണ്. ആൾക്ക് കൂടുതൽ ചായ നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഗ്ലാസ് ഇല്ല. പക്ഷെ ആൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ബ്രോ ഒരു ചായ അടിച്ചാലോ? നമ്മളെ പ്രിപ്പയർ ആയിട്ട് വന്നതാ. കൂടി ആൾക്ക് അതുവരേക്കും നമുക്ക് കുടിക്കാം. ബാബു എങ്ങനെയാ ബ്രോ? സോ ഗൈസ്, റാണിപുരത്തിൻ്റെ തണുപ്പിൽ അപ്പു ഞാനും ചാടിയതും പിന്നെ ഒരു ട്രിവാൻഡ്രത്തുനിന്നല്ലൊരു ബ്രോ ഓടിച്ചോക്കാം. സീൻ.
അത് ശരിയാ ബ്രോ. പക്ഷേ ഒരു വൈബ് തന്നെ അല്ലേ. അതെ അതെ അതെ, ബേക്കറി ഫുഡ് കഴിക്കുന്നതായിരിക്കും ബ്രോ ബെറ്റർ. അവിടെ ഒരു പ്ലേസ് ഉണ്ട്, അത് കണ്ടു ബ്രോ, ഒരു തട്ട് പോലെ. അവിടെ ഇറങ്ങാം, കണ്ടായിരുന്നോ? അതെ അതെ, പിണ്ടം കണ്ടില്ലേ വരുന്ന വഴിക്ക്? അത് പിടിച്ചു പിടിച്ചു, ഒന്നിനെ പിടിച്ചിട്ട് രണ്ടാമത്തെ കണ്ടിന്നാ പറഞ്ഞു. അതൊന്ന് മറ്റൊന്നും എവിടെ അറിയില്ല. അതല്ലേ അതെ, ആ സൗണ്ട് അല്ലേ. അവിടെ പോയിട്ടില്ല, വന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ്? വെച്ചും പറയാം, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്.